വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഗൈസ്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഞണ്ടിൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഞണ്ട് മസാല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് ഞണ്ടൊക്കെ മേടിച്ച് കൊണ്ടുവന്നിരുന്നു. ഞണ്ടൊക്കെ നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും മാരിനേഷന് വേണ്ടി വെക്കണം. മഞ്ഞപ്പൊടി ലേശം ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാരിനേഷന് വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അത് ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ മാരിനേഷന് എടുത്തു. നമ്മൾ പിന്നിപ്പോൾ മസാല ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ പാൻ വെച്ചു, ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഗോൾഡ് വിന്നർ ഓയിലാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വലിയ ജീരകം, കുമിൻ, അത് ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാണ്. വെളുത്തുള്ളി മസ്റ്റാണ് ഇതിൽ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇട്ട് ചെറിയുള്ളി ഇട്ടിട്ട് ലേശം ഇതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒരു 2-3 മിനിറ്റൊക്കെ നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഒരു 60 സെക്കൻഡ് 1 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്ലോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ മുളകും പൊടി നിങ്ങളുടെ കാര്യത്തിന്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫിഷ് കറി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ മസാലകളുടെ ഒരു പച്ച മണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ 2 മിനിറ്റ് നമ്മൾ നല്ലോണം ഇട്ടു. നമ്മളിത് തക്കാളി ആഡ് ചെയ്യാണ്. തക്കാളി ആഡ് ചെയ്ത് കറക്റ്റ് ഒരു 2 മിനിറ്റും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് തക്കാളി ആഡ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം മസ്റ്റാണ്. ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലോണം ഇതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഞണ്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞണ്ടിൽ നിന്നും എന്തായാലും വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നമ്മൾ നല്ലോണം അധികം പ്രഷർ എടുക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് ഇപ്പോൾ തുറന്നു. ദേ നമ്മുടെ ഞണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം, സെമി ഗ്രേവി പോലെ ആകണം. അപ്പോൾ ഇതേ നമ്മുടെ ഞണ്ട് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് മല്ലിയില ഇട്ട് കൊടുത്തു. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റും കൂടിയും കുക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവി അപ്പോഴേക്കും നമുക്കൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രേവിയൊക്കെ ഏതാണ്ട് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊരു പീസ് എടുത്തൊന്ന് മുറിച്ച് കടിച്ചു നോക്കാം. അത് നമ്മൾ ഒരു ചെറിയ ഞണ്ടെടുത്ത് കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ജ്യൂസി ആട്ടോ. വേറെ ലെവൽ പറയാനൊന്നുമില്ല. മസ്റ്റ് ട്രൈ ആണ്. ആ ഗ്രേവിയുടെ ഇതൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഞണ്ടിൻ്റെ ഉള്ളിലും. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. So hope you guys all enjoyed the today's vlog. See you on next vlog. Till then, bye bye.